ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അടുത്തുള്ള ഒരു ക്രിസ്മസ് ട്രീറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവിടേക്കാണ്. നല്ല രസമാണ്. ടൈം ആയിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ഡെക്കറേഷൻസ് ഐറ്റംസും ലൈറ്റും സ്റ്റാർസൊക്കെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റ്സൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ഈ വട്ടം കുറച്ച് കുറവ് പോലെ തോന്നി. എനിക്ക് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പോയതുകൊണ്ടാണോ അതോ ഇപ്പം കുറവായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഇതൊക്കെ കാണാനൊരു രസമല്ലേ. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് നിങ്ങളെയും കൂടി കാട്ടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ക്രിസ്മസ് സാന്റാക്ലോസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അത് ഒരുപാട് നേരം അവിടെ നോക്കി നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. മാത്രമല്ല, എനിക്ക് ആ റെഡ് ക്രിസ്മസ് ട്രീ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പം എനിക്ക് ഈ പ്രാവശ്യം വാങ്ങാനുള്ളത് കുറച്ച് സ്റ്റാർസൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ സ്റ്റാർ ഇവിടെ നിന്നല്ല കേട്ടോ വാങ്ങിച്ചത്. അതാണ് ടേസ്റ്റ്. പിന്നെ എനിക്ക് ആ ഒരു റെയിൻഡിയറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അവിടെ നിന്ന് ആടുന്ന ആ ഒരു സാന്റാക്ലോസിനെ ഭയങ്കര ഇഷ്ടമായി. ഗൈസ്, എന്താ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടേക്ക് പോകുന്നത് തന്നെ. എനിക്ക് പിന്നെ ആ ഒരു ഡിയേഴ്സൊക്കെ ഇരിക്കുന്ന ഫോയിലാണ്. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ബലൂണൊക്കെ ഉണ്ടാവില്ല, അമ്മാതിരി ഫോയിലാണ്. അപ്പോൾ അതും എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. അതത്ര വെയിറ്റും ഇല്ലല്ലോ, കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടും എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങളിവിടെ കുറേ നേരം നിന്നിട്ട് നേരെ നടന്ന് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു LED സ്റ്റാറൊക്കെ ഉള്ളൊരു കടയാണ്. സ്റ്റാറൊക്കെ നമ്മുടെ വീട്ടിലത്തെ കൊല്ലങ്ങളായി യൂസ് ചെയ്ത് വരുന്നതുകൊണ്ടും അതിനൊരു കേടുപാട് സംഭവിക്കാത്തത് കൊണ്ടും അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. LED സ്റ്റാർസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എല്ലാ കൊല്ലം ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമാണ്. കാരണം കൊല്ലത്തിലൊരു സമയത്തല്ലേ ഇതൊക്കെ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ എല്ലാം നന്നായി കാണാൻ പറ്റി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നീങ്ങിപ്പോൾ അതുപോലെ തന്നെ കുറച്ച് എല്ലാ കടയിലും ഏകദേശം ഒന്നും തന്നെ ആയിരിക്കില്ല. പക്ഷേ ഈ ലൈറ്റ്സൊക്കെ കാണുമ്പോൾ മനസ്സിനൊക്കെ ഒരു കുളിർമയാണ് അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സെലിബ്രേഷനാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. എന്താണെന്നറിയില്ല, ക്രിസ്മസ് ട്രീ, പുൽക്കൂട്. നിങ്ങൾ ആരൊക്കെ വീട്ടിൽ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാറുണ്ടെന്ന് പറയും കേട്ടോ. പുൽക്കൂട് പറഞ്ഞപ്പോഴാണ് ഇവിടെ കുറേ പുൽക്കൂടുകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും വാങ്ങിക്കുന്നില്ല, കാരണം ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. എനിക്കെന്തോ അതിലാണൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറ്. പിന്നെ കുറേ ട്രീ ഒക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ നടന്നപ്പോൾ കുറേ ഒരു ലൈറ്റിൻ്റെ ഷോപ്പ് കണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് വാങ്ങാനൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ ഒരു ലൈറ്റ് കഴിഞ്ഞ കൊല്ലം ഞാൻ ക്രിസ്മസ് ട്രീമോ ഇട്ടത്, ഇങ്ങനെ ക്രിബും ഞാൻ തോന്നുന്നു ക്രിബും ഇട്ടത് എൻ്റെ വീട്ടിൽ കുറച്ച് പൂച്ചകളുണ്ട് ഗൈസ്. അവരൊക്കെ കൂടിയൊക്കെ നശിപ്പിച്ച്. അപ്പോൾ എനിക്ക് ആ ഒരു കളർ ലൈറ്റ് വാങ്ങാൻ ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടി നടക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ LED സ്റ്റാർസും LED നിയോണിൻ്റെ ലൈറ്റ് വെച്ചിട്ടുള്ള ക്രിബും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടില്ലോ അല്ലേ. പിന്നെ കുറേ ക്രിസ്മസ് ട്രീ കണ്ടു. എനിക്ക് ആ ഒരു പിങ്ക് കളർ ക്രിസ്മസ് ട്രീ വെറൈറ്റിയായി തോന്നി. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് റെഡ് വെച്ച് പെയർ ചെയ്ത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും തോന്നുന്നു. പിന്നെ കുറേ പുൽക്കൂട്, ക്രിസ്മസ് ട്രീസ്, ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മറ്റേ കേരളാസ് ഡോൾ ഹൗസോ അങ്ങനെ എന്തോ പേരെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാടുണ്ട് കേട്ടോ. കുറേ പേരുടെ വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ സെൻഡകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ടെഡീസാണത്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീണ്ടും നടന്നപ്പോൾ ഒരു വലിയൊരു ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ട് ഗൈസ്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനും കുറച്ച് നേരം നോക്കി നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങളിതാ ലൈറ്റ് വാങ്ങാനുള്ള പരിപാടിക്ക് നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എല്ലാ കടയിലും ഇങ്ങനെ സ്റ്റാർസൊക്കെ കത്തിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല രസം. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കണം തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നത്. നല്ല രസമല്ലേ ഗൈസ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ കുറേ നേരം നോക്കി നിന്നു. ഇതൊക്കെ കാണാനൊരു രസമല്ലല്ലേ, എന്താ ചെയ്യാം. പിന്നെ കുറച്ച് തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും ചെറുതായിട്ട് ടൗണാണല്ലോ, അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണ്. പിന്നെ നല്ല രസമുണ്ട് ഈ സ്റ്റാർസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ വീണ്ടും നമ്മൾ അനാവശ്യമായിട്ട് വാങ്ങുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു പേപ്പർ സ്റ്റാർ വേണമായിരുന്നു, അത് ഞാൻ വാങ്ങിയിട്ടോ. ഞാൻ വാങ്ങിച്ചത് വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറേ നേരം നോക്കി നിന്ന് അതിൻ്റെ ഒരു രസമൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ
നോക്കാൻ പോയി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഡോൾ ഹൗസ്. ഇതിൽ ഇവിടെ ഇല്ലാത്തൊരു സാധനമില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പോയില്ല, ജസ്റ്റ് പുറത്ത് നിന്ന് വീഡിയോ എടുത്താണ്. പിന്നെ എനിക്ക് ഈ ഒരു ഭാഗത്തേക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എല്ലാ കൊല്ലം പോകാറുണ്ട്, അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കയറാൻ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ലൈറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വാമ കളറായിരുന്നു വേണ്ടത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നല്ല വാങ്ങിച്ചത്, അപ്പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ അവിടെ കുറച്ച് ഗാർലൻഡ്സൊക്കെ കണ്ടു കേട്ടോ. എനിക്ക് കുറച്ച് ഗാർലൻഡ്സും വേണമായിരുന്നു, കുറച്ചുള്ള 1-2 കാരണം ട്രീസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ റീത്തൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഗാർലൻഡൊക്കെ കഴിഞ്ഞു, അപ്പോൾ പുതിയത് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ ഫുള്ള് ക്രിസ്മസ് ട്രീ ആയിരുന്നു. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ആ പിങ്ക് ക്രിസ്മസ് ട്രീ നമ്മുടെ വീഡിയോയിൽ തന്നെ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ ഒരു LED കൊള്ളാം, എനിക്ക് തോന്നുന്നു പുതിയതാണെന്ന് തോന്നുന്നു, അറിയത്തില്ല ഗൈസ്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്രിസ്മസിൻ്റെ ട്രീസ് ഡെക്കറേറ്റ് ചെയ്യാനും അതിങ്ങനെ കാണാനും നല്ല രസമാണ്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ക്രിസ്മസ് ട്രീസ് ഞാൻ കണ്ടു കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ പറയട്ടോ. എല്ലായിടത്തും കിട്ടുന്ന തന്നെയാണ്, പക്ഷേ ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ഗാർലൻഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഗാർലൻഡും കുറച്ച് ഓർണമെൻറ്റ്സ് എനിക്ക് വേണമായിരുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം കുറച്ച് വാങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരു റീത്തൊക്കെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നല്ല ഷോപ്പായിരുന്നു കേട്ടോ, നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ആ ഒരു ഗ്രീൻ കളറിൽ ഗാർലൻഡാണ് ഞാൻ മെയിനായിട്ട് വാങ്ങാൻ കയറിയത്. പിന്നെ കൂട്ടത്തിൽ 2-3 ഓർണമെൻറ്റ്സും ഞാൻ വാങ്ങിച്ചിട്ടോ. അവിടെ നിന്ന് പിന്നെ ഞാൻ ഒരു ഹെയർ ബാൻഡ് തപ്പി ഇറങ്ങി, പക്ഷെ എനിക്ക് ഒരിക്കലും കിട്ടിയില്ല ഗൈസ്. ഞാനൊരു മാനിൻ്റെ കൊമ്പുള്ള ഹെയർ ബാൻഡാണ് തപ്പി ഇറങ്ങിയത്, പക്ഷെ സാരമില്ല, എപ്പോഴേലൊക്കെ കിട്ടുമായിരിക്കും. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റാർ നോക്കി ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ സ്റ്റാർ നോക്കി ഇറങ്ങി കേട്ടോ. പിന്നെയും നമ്മൾ നടന്ന വഴിക്ക് തന്നെ കുറച്ചൊന്ന് നടക്കാൻ തുടങ്ങി. അവിടെ നോക്കി, പക്ഷെ എനിക്കെന്തോ ഒന്നും അങ്ങ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, ഒരു തൃപ്തി കിട്ടിയില്ല അതിലൊന്നും. അപ്പോൾ കണ്ടിട്ടൊരു സുഖം തോന്നിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിയില്ല സ്റ്റാർ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ പോയിട്ട് വേറൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീണ്ടും തിരിച്ച് നടക്കുമ്പോൾ കണ്ടൊരു സംഭവമാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു ക്രിസ്മസ് വില്ലേജിൻ്റെ ഒരു ചെറിയ ദ്വീപൊക്കെ പോലെ തോന്നി. പിന്നെ വരുന്ന വഴിക്ക് വേറെ കടയിൽ സ്റ്റാർ വാങ്ങി. ഇപ്പം എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് പൊട്ടി, ഒരു പടി കിട്ടി, അത് മാറ്റുന്നതാണ് ഇത് വീഡിയോ. പിന്നെ അത് മാറ്റി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അതുവരെ ഞാൻ ഒരു സ്റ്റാർ വാങ്ങിയതാണ്. പിന്നെ അതിലിടാനൊരു ബൾബും പിന്നെ ഒരു റൈസ് ലൈറ്റ് വാങ്ങി. പിന്നെ അതാ ഈ ഗാർലൻഡ്, പിന്നെ ഈ ഒരു കുഞ്ഞ് സ്റ്റാറും, ഇത്രയും ഓർണമെൻറ്റ്സും, പിന്നെ ഒരു കുഞ്ഞ് ഗാർലൻഡ്, പിന്നെ ഇതല്ലാത്ത അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ടാറ്റാ, ബൈ ബൈ.